നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ സർക്യൂട്ട് ആണ്. മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ഇസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു നമ്പേഴ്സ്. അതായത് ഇറ്റ്സ് എ കോമ്പിനേഷണൽ സർക്യൂട്ട്. യൂസിങ് ദിസ് വി ക്യാൻ കമ്പയർ ടു നമ്പേഴ്സ് എ ആൻഡ് ബി. രണ്ട് നമ്പേഴ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോസിബിൾ ആയിട്ട് 3 ഔട്ട്പുട്ട്സ് ആണ് നമുക്ക് വരുന്നുണ്ടാവുക. ഐദർ എ വിൽ ബി ലെസ് ദാൻ ബി, ഓർ എ വിൽ ബി ഈക്വൽ ടു ബി, ഓർ എ വിൽ ബി ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, ഇതാണ് നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഈ കോമ്പിനേഷണൽ സർക്യൂട്ടിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന 2 ഇൻപുട്ട്സ്, ഇറ്റ് വിൽ ബി n ബിറ്റ് നമ്പേഴ്സ്. സിംഗിൾ ലൈൻ ആയിരിക്കില്ല നമ്മുടെ ഇൻപുട്ടിൽ വരുന്നുണ്ടായിരിക്കുക. The A and B are n bit numbers. Either it will be 2-bit number, 3-bit number, or so on. Okay, n bit number എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. ഇനി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു 2-bit മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ആണ്. ഓക്കെ, ഒരു 2-bit മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ആണ് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന 2 ഇൻപുട്ട്സ് A and B are 2-bit numbers. That is, I can represent this A by A1 A0. The 2 bits are represented by A1 A0 and the 2 bits of B is represented by B1 B0. Okay, these are the 2 bits. I can compare A1 A0 with B1 B0 and the corresponding results will be available here. Okay. Similar to the designing process of any other combinational circuit, we have to start with the truth table. അതായത് നമ്മളൊരു 2-bit മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ആണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് 2 ബിറ്റിന്റെ 2 നമ്പേഴ്സ് കമ്പയർ ചെയ്തിട്ട് റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ് അല്ലെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് ടേബിളിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഡിസൈനിങ് പ്രോസസ്സ്. ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ട്രൂത്ത് ടേബിളിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്ട് കോമ്പിനേഷൻസും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 2 ബിറ്റിന്റെ 2 നമ്പേഴ്സ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതായത് A1 A0 will be compared with B1 B0. Okay, then possibly ഇതിനകത്ത് 4 ഇൻപുട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 ഇൻപുട്ട് കോമ്പിനേഷൻസ്, 4 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻപുട്ട് കോമ്പിനേഷൻസും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 0 0 0 മുതൽ 1 1 1 1 വരെയുള്ള എല്ലാ ഇൻപുട്ട് കോമ്പിനേഷൻസും നമ്മളിവിടെ ഇൻപുട്ട് സൈഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, then we will compare this A1 A0 with B1 B0. അതായത് A is compared with B. Then the result will be either A is less than B or A equal to B or A greater than B. Okay, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത്, അതായത് A1 A0 is if whenever A1 A0 is compared with B1 B0, if A is equal to B, we will put a 1 here and the other 2 ഔട്ട്പുട്ട്സ് വിൽ ബി 0. അങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് കോളം ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങളിപ്പം ഈ ഒരു 4 ബിറ്റിന്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്ട് കോമ്പിനേഷൻസും എഴുതിയതിനു ശേഷം ഈ ഒരു ഇൻപുട്ട് കോളം നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് the A1 A0, consider the first 4 combinations. Then the A1 A0 is 0 in these combinations. Okay, then A1 A0 നമ്മളിവിടെ 0 ആക്കിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. Then it is comparing with B. B is varying from 0 1 2 3. Okay, അതായത് A എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ 0 ആക്കിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. Then it is compared with, then this 0 is compared with 0 1 2 and 3. Okay, next 4 combinations നിങ്ങൾ നോക്കുകയാണെങ്കിൽ A is fixed at 0 1. അതായത് A എന്ന് പറയുന്ന നമ്പർ ഇവിടെ 1 ആക്കി ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. Then this 1 is compared with 0 1 2 and 3. Okay, then the next 4 ബിറ്റ് നോക്കുക. നെക്സ്റ്റ് 4 ബിറ്റിനകത്താണെങ്കിലും A എന്ന് പറയുന്നത് ഇവിടെ ഫിക്സ്ഡ് ആണ്, 1 0 ആണ്. അതായത് A is 2. A എന്ന് പറയുന്നത് 2 ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. Then B is varying from 0 to 3, 0 1 2 3. Okay, 2 is comparing with all the possible combinations. Then again the last 4 combinations consider ചെയ്താൽ അതിനകത്ത് A എന്ന് പറയുന്നത് 3 ആണ്. It is comparing with 0 1 2 and 3. Okay, അതായത് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കമ്പാരിസൺസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇതിനകത്ത് കമ്പയർ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ട് എന്താണ് വരുന്നത് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് കോളംസിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, ദെൻ ഫസ്റ്റ് നോക്കുക. A1 ഹിയർ, A1 A0 is 0 0, B1 B0 is 0 0. Then when we are comparing A with B, we can see that A is equal to B. Okay, then A is equal to B will be 1 and the 2 other outputs will be 0. Then the next combination നോക്കുക. ഇവിടെ A എന്ന് പറയുന്നത് A1 എന്ന് പറയുന്നത് A1 A0 is 0 ആണ് അല്ലെ. അതായത് A എന്ന് പറയുന്ന നമ്പർ ഇവിടെ 0 ആണ്.
ഇവിടെ ബി എന്ന് പറയുന്ന നമ്പർ 1, 2, 3 ആയിട്ട് വാരി ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് 0-നേക്കാൾ ഗ്രേറ്റർ ആണ്. നെക്സ്റ്റ് ഈ 3 കോമ്പിനേഷൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും എനേക്കാൾ വലുതായിരിക്കും ബി വരുന്നത്. എ എന്ന് പറയുന്നത് 0 ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് 1, 2 and 3 ആണ് വരുന്നത്. സോ ബി ഈസ് ഗ്രേറ്റർ ദാൻ എ ഓർ എ ഈസ് ലെസ് ദാൻ ബി. ഓക്കെ, ഈ 3 കോമ്പിനേഷൻസിലും എ ലെസ് ദാൻ ബി ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എ ലെസ് ദാൻ ബി എന്നുള്ള ഒരു കോളത്തിൽ 1 എൻ്റർ ചെയ്യാം. ബാക്കി വരുന്ന ഔട്ട്പുട്ട്സ് എല്ലാം 0 ആണ് വരുന്നത്. ഈ 3 കോമ്പിനേഷൻസിനും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് 4 കോമ്പിനേഷൻസിലേക്ക് കിടക്കാം. ഇതിനകത്ത് നോക്കാം, എ എന്ന് പറയുന്നത് 1 ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. എ ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് ബിയുടെ വാല്യൂ നോക്കുന്ന സമയത്ത് ഹിയർ ബി ഈസ് 0. B is 0, 0 ആണ്. B is 0. Then A is greater than B. A is greater than B. We can enter 1 in this column. Other two outputs are 0. Then the next combination. A is 0, 1. B is 0, 1. അതായത് A യും B യും 1 ആണ്. Then A is equal to B. We can enter zeros in other two columns. Okay. Then the next one 0, 1. A is 1. B is 2. That is A is less than B. Then ഇവിടെ നമുക്ക് 1 enter ചെയ്യാം. നെക്സ്റ്റ് 2 കോളംസിൽ നമുക്ക് 0s എൻ്റർ ചെയ്യണം. നെക്സ്റ്റ് നോക്കാം, എ ഈസ് 1, ബി ഈസ് 3. ഓക്കെ, ദെൻ എ ഈസ് ലെസ് ദാൻ ബി. ദെൻ വി ക്യാൻ എൻ്റർ 1 ഹിയർ ആൻഡ് 0s ഹിയർ. ഓക്കെ, നെക്സ്റ്റ് 4 കോമ്പിനേഷൻസിന്റെ കമ്പാരിസണിലേക്ക് കിടക്കുന്ന സമയത്ത് A1 A0 ഈസ് ഫിക്സ്ഡ് ആറ്റ് 1, 0. അതായത് എ എന്ന് പറയുന്ന വാല്യൂ 2 ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇനി നോക്കുക, ആദ്യത്തെ 2 കോമ്പിനേഷൻസ് നോക്കുന്ന സമയത്ത് എന്താണ്, എ ഈസ് 2 ആൻഡ് ബി ഈസ് 0 and 1 അല്ലെ. അപ്പോൾ എ എന്ന് പറയുന്നതാണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് എ ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളൊരു കോളത്തിൽ 1 എൻ്റർ ചെയ്യാം. ആദ്യത്തെ 2 കോമ്പിനേഷൻസിലും എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ആണ്. ഓക്കെ, ദെൻ എ ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളൊരു കോളത്തിൽ നമ്മൾ 1 എൻ്റർ ചെയ്തു. അത് 2 ഔട്ട്പുട്ട്സിൽ നമ്മൾ 0s എൻ്റർ ചെയ്തു. നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്കാം, എ ഈസ് 1, 0, ബി ഈസ് 1, 0. എയും ബിയും 2 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ദെൻ എ ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, then the last combination, A is 1, 0. That is A is 2, B is 3. That is B is greater than A. That is A is less than B. That is we can enter a 1 here and 0s here. Then the next combinations, the next 4 combinations consider ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 3 കോമ്പിനേഷൻസ് കൺസിഡർ ചെയ്യുക. അതായത് എ ഇവിടെ 1, 1 ആയിട്ട്, അതായത് എ ഈസ് ഈക്വൽ ടു 3 ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. ഇനി ബിയുടെ വാല്യൂ ആണെങ്കിലോ വാരി ചെയ്യുന്നത് ഫ്രം 0 to 3 ആണ്. ഫസ്റ്റ് ഇറ്റ് ഈസ് 0, then it is 1, then it is 2. അതായത് ആദ്യത്തെ ഈ 3 കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ആണ്. Then we can enter 1 here. For the first 3 combination, we can enter a 1 in the column A greater than B. Then the remaining outputs will be 0. And the last combination, A is equal to B. Then we can enter a 1 here and 0s in the remaining columns. Okay, this is the completed truth table of a 2-bit magnitude comparator. We have to enter all the possible input combinations. That is, we are comparing 2 bits. 2 numbers, we are comparing 2 numbers with 2 bits. Then there will be 4 bits at the input and we have to complete all the possible input combinations with a 4 bit. Then we have to compare the 2 bits and if a condition satisfies, that particular output will be 1 and the remaining outputs will be 0. Okay, this is the completed truth table. Now what we have to do, we have to solve the equations corresponding to each output. There are 3 outputs and we have to solve the equations for 3 outputs using K-map. Okay, since there are 3 outputs, we have to use 3 different K-maps to solve the equations and it is a 4 variable K-map. Why we are using the 4 variable K-map? Because in the input we have 4 variables, A1, A0, B1, B0. Because of these 4 variable inputs, we have to use a 4 variable K-map and this K-map is for the first output A less than B. ഓക്കെ, നമുക്ക് ഈ ഒരു ഇൻപുട്ട് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻപുട്ടിനകത്ത് നമ്മൾ ഇൻപുട്ട് കോമ്പിനേഷൻസ് നോക്കിയാൽ 0, 0, 0, 0 മുതൽ 1, 1, 1 വരെയുള്ള എല്ലാ കോമ്പിനേഷൻസും കണ്ടിന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ എൻറ്റർ ദീസ് ഔട്ട്പുട്ട് വാല്യൂസ് കണ്ടിന്യൂസ്ലി ആസ് പെർ ദ നമ്പറിംഗ്. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ ഇൻപുട്ടിൽ വന്നിട്ടുള്ള കോമ്പിനേഷൻസ് കണ്ടിന്യൂസ് ആണ് എങ്കിൽ വി ക്യാൻ എൻറ്റർ ദ ഔട്ട്പുട്ട്സ് ആസ് പെർ ദ നമ്പറിംഗ്. ഓക്കെ, then A less than B ക്ക് corresponding ആയിട്ടുള്ള ഔട്ട്പുട്ട് വാല്യൂസ് ഞാൻ എൻ്റർ ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ് 0, then the second one is 1, 2 എന്ന് പറയുന്ന കോളം ഇവിടെയാണ്. ഓക്കെ, then it is 1,
1, 0, 0, 1, 1. Then the next column, 8 is available here. Okay, then 0, 0, 0, 1, 0, 0, then 0 and 0. Okay, then we have to group it. Highest possible number of ones ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ വൺസ് എവിടേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഈ പൊസിഷൻസിലാണ് വൺസ് അവൈലബിൾ ആയിട്ടുള്ളത്. We can group these 4 ones together. Okay, then we have to group this one. We can make it as, okay, then this is the next group. Okay, now we have to derive the corresponding terms. The product term corresponding to this group will be A1 bar. Okay, this will be the first group will be A1 bar B1, or the product term corresponding to this group is that A0 bar B1 B0, or the product term corresponding to this group is that A1 bar A0 bar B0. Okay, this is the expression corresponding to A less than B. നെക്സ്റ്റ് ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 4 വേരിയബിൾ കെ മാപ്പ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഈസ് എ ഇസ് ഈക്വൽ ടു ബി. വി ക്യാൻ എൻറ്റർ ദീസ് ഔട്ട്പുട്ട് വാല്യൂസ് ഇൻ ദീസ് സെൽസ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഈസ് 1, 1, 0, 0, 0, 0, 1, 0, 0. Then the next column is here 0, 0, 1, 0, 0, 0, 0 and 1. Okay, these are the entries in the K-map. Then we can group the ones, but the ones are diagonally positioned. Okay, then we cannot form a group. Diagonal grouping is not possible in K-maps, so the single one grouping is possible. Okay, then corresponding ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? A is equal to B ന് corresponding ആയിട്ട് എക്സ്പ്രഷൻ എന്താണ് വരുന്നുണ്ടായിരിക്കുക നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എന്തായിരിക്കും? A1 bar A0 bar B1 bar B0 bar, or the second വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് A1 bar A0 B1 bar B0, or the third one corresponding ആയിട്ട് എന്താണ് വരിക? A1 A0 B1 B0, or last one corresponding ആയിട്ട് വരുന്ന ടേം വരുന്നത് A1 A0 bar B1 B0 bar. Okay, then ഈ ഒരു എക്സ്പ്രഷൻ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ അല്ല, നമുക്ക് ഇവിടെ ഗ്രൂപ്പിംഗ് ഒന്നും പോസിബിൾ ആയിട്ടില്ല. ദെൻ വി ക്യാൻ ട്രൈ ടു സിംപ്ലിഫൈ ദിസ് എക്സ്പ്രഷൻ ബൈ യൂസിങ് ദ ബൂളിയൻ ലോസ്. ഓക്കെ, നമുക്കത് നോക്കാം. സെക്കൻഡ് ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ മാപ്പിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിരുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കെ മാപ്പിൽ ഗ്രൂപ്പിംഗ് പോസിബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ അല്ല. വി വിൽ ട്രൈ ടു സിംപ്ലിഫൈ ഇറ്റ്. ഓക്കെ, ഫസ്റ്റ് രണ്ട് ടേംസ് കൺസിഡർ ചെയ്യുക. രണ്ട് ടേംസിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ദെൻ A1 bar and B1 bar are common. We can take it out. A1 bar B1 bar and A0 bar B0 bar, or ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇടുമ്പോൾ എന്താണ് വരിക? A0 B0, or നെക്സ്റ്റ് ഈ രണ്ട് ടേംസിനകത്ത് കോമൺ ആയിട്ടുള്ള ടേംസ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്താണ് വരിക? A1 B1 കോമൺ ആണ് അല്ലെ? A1 B1 ആൻഡ് A0 B0, or A0 bar B0 bar. ഓക്കെ, ദെൻ ഈ ഒരു എക്സ്പ്രഷൻ നോക്കാം. ഇതെന്താണ്? ഇതൊരു എക്സ്നോർ ഗേറ്റിന്റെ എക്സ്പ്രഷൻ ആണ്. ഇവിടെയും ഒരു എക്സ്നോർ ഗേറ്റിന്റെ എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ബൈ യൂസിങ് ദ എക്സ്നോർ. A1 bar B1 bar into A0 XNOR B0, or here it is A1 B1 into A0 and B0 XNOR ചെയ്യണം. A0 XNOR B0. Okay, then ഈ രണ്ട് ടേംസ്
ഈ രണ്ട് ടേംസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് a0 x0 b0 എന്നുള്ളത് കോമൺ ആണ്. വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? a0 x0 b0 ആൻഡ് a1 bar b1 bar or a1 b1. Again ഈ ബ്രാക്കറ്റിനകത്ത് വന്നിട്ടുള്ളത് ഒരു x0ന്റെ എക്സ്പ്രഷൻ ആണ്. a1 x0 b1. Okay. Then what will be the expression? a0 x0 b0 and a1 x0 b1. Okay, this is the expression corresponding to the second output a is equal to b. This is the 4 variable K-map corresponding to the last output a greater than b. Okay, we can enter these output values in these cells. First output is 0, the next one is 0, next 0 0. Okay, then 1 0 0 0, then 1 1 0 0, then 1 1 1 0. Okay, these are the output entries in the K-map. Now we have to group it. Here there is a 4 ones together and we can group this one with this one, and here also a 1 is available. We can group it here. Okay, then ഓരോ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ് വരാൻ നോക്കാം. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് എന്തായിരിക്കും ടേം വരുന്നുണ്ടായിരിക്കുക? ഇറ്റ് ഈസ് a1 b1 bar. Okay, then the expression corresponding to a greater than b is equal to a1 b1 bar or then ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് എന്തായിരിക്കും വരുന്നുണ്ടാവുക? a1 a0 b0 bar. Okay, a1 a0 b0 bar or ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ഏതാണ് വരിക? ഇറ്റ് ഈസ് a0 b1 bar b0 bar. Okay, this is the expression corresponding to a greater than b. Then we have developed all the equations corresponding to the 3 inputs. Now we have to draw the logic diagram using these expressions. Okay, these are the simplified Boolean algebraic equations corresponding to the 3 outputs of a 2-bit magnitude comparator. ഇനി നമുക്ക് ഈ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഒരു മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം നോക്കുന്ന സമയത്ത് അതിനകത്ത് 4 ഇൻപുട്ട് ടെർമിനൽസ് അവൈലബിൾ ആയിരിക്കും ടു അപ്ലൈ ദ 2 നമ്പേഴ്സ്. നമ്മുടെ 2 ബിറ്റിന്റെ 2 നമ്പേഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് a1 a0 അതുപോലെ b1 b0 അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബിറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ദെൻ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. a ലെസ് ദാൻ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ലോജിക് ഡയഗ്രാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. സെയിം മാനറിൽ തന്നെയാണ് a ഈക്വൽ ടു ബി ആൻഡ് a ഗ്രേറ്റർ ദാൻ ബിയുടെ എക്സ്പ്രഷൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു എക്സ്പ്രഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, a ലെസ് ദാൻ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് expression വരുന്നത്? a0 bar b1 b0 or a1 bar b1 or a1 bar a0 bar b0. Okay, then the first product term we have to implement it. a0 bar is available here. Okay, a0 bar b1 is available here, then b0. Okay, we have to connect these 3 inputs to a AND gate, 3 input AND gate. The next one is a1 bar b1. a1 bar is available here, then b1 is available here, then here its output will be a1 bar b1. Then the next term is a1 bar a0 bar b0. a1 bar is here, a0 bar is here, then b0. Okay, its output will be a1 bar a0 bar b0. Okay, these 3 product terms have to be applied into an 3 input OR gate. Okay, then the corresponding output will be a less than b. Same manner we can implement the logic diagram corresponding to these 2 outputs also. Okay, നമ്മളത് വരയ്ക്കുന്നില്ല, സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക. a XOR b ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 XNOR ഗേറ്റ് യൂസ് ചെയ്യേണ്ടി വരും. ദെൻ അതിന്റെ ഔട്ട്പുട്ട്സ് നമുക്കൊരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ഒരു ഇക്വേഷൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ദെൻ ഫൈനലി വി വിൽ ഹാവ് 3 ഔട്ട്പുട്ട്സ്. 1 output will be corresponding to a less than b, the second one will be corresponding to a is equal to b, and the third one is corresponding to a greater than b. Okay, that will be the completed diagram of a 2-bit magnitude comparator. Okay.